നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ് സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്ററായ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആ ഒരു പബ്ലിക് ഒപ്പീനിയനെ പറ്റി, അതായത് ഒരു ഡെമോക്രസിയിൽ ആ ഒരു പൊതുജനാഭിപ്രായത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, അതിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇമേജ് തന്നിട്ടുണ്ട്. ഇതൊരു ഗ്രാമസഭയുടെ ഇമേജാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കാം. The picture given is of a Gram Sabha or Ward Sabha, which is a local body where the people of the locality gather. The problem that affect people such as development issues, waste management, environmental pollutions, scarcity of drinking water, etc. are discussed there. Decision on such issues are taken by considering the general opinion of the people gathered in the Gram Sabha or Ward Sabha. അപ്പം എന്താണ് ഇവിടെ ഒരു ഗ്രാമസഭയുടെ ഒരു പിക്ചറാണ് ഇരിക്കുന്നത്. അതിനകത്ത് എന്താണ് ഈ ഒരു ആ ലൊക്കാലിറ്റിയിലുള്ള ആളുകളെല്ലാം ഒത്തുകൂടി അവിടെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ, അതായത് വികസനത്തിൻ്റെ കാര്യങ്ങൾ, വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, അങ്ങനെ അവരെ ബാധിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം ചർച്ച ചെയ്യുന്നതും ആ ഒരു ജനറൽ ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുന്നതൊക്കെയാണ് ഈ ഒരു ഇമേജിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ, അല്ലെങ്കിൽ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് വെച്ച് തന്നെ നമുക്ക് താഴോട്ട് പോകാം. The news given at the beginning of the lesson is related to the topic of public health. The foundation of the democratic system is formed by the views, interests, and aspirations of the people. Public health is an important issue that affects the society as a whole. The government has sought public opinion in this public issue. Public opinion is the general opinion of the people about the issues affecting them. It can be the position or opinion generally held by the section of the society on a particular ഇഷ്യൂ. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഒരു ന്യൂസ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് സംഭവം എന്ന് വെച്ചാൽ, ഒരു പബ്ലിക് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ടോപ്പിക്കിൽ ഗവൺമെൻറ് പബ്ലിക് ഒപ്പീനിയൻ സീക്ക് ചെയ്യുന്നതാണ് ആ ഒരു ഹെഡിങ്ങിലുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ഇഷ്യൂ എന്നതാണ് ആ ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂകളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മാറ്റേഴ്സിൽ എന്ത് ചെയ്യണം, ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അവരെ ബാധിക്കുന്ന, ആസ് എ ഹോൾ ബാധിക്കുന്ന, ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആകുമ്പോൾ അവരുടെ ഒപ്പീനിയനും നമ്മൾ കൺസിഡർ ചെയ്യണം. സിറ്റിസൺ എംപവേർഡ് ത്രൂ ദ പബ്ലിക് ഒപ്പീനിയൻ വിൽ സ്ട്രെങ്തൻ ദ ഡെമോക്രസി. കാരണം നമ്മുടെ രാജ്യം അല്ലെങ്കിൽ ഡെമോക്രസിയാണ് നമ്മൾ പിന്തുടരുന്നത്. അതായത് ജനങ്ങളാണ്, അല്ലെങ്കിൽ ജനാധിപത്യമാണ്, അതായത് ജനങ്ങളാണ് തങ്ങളെ ഭരിക്കേണ്ടവരാരൊക്കെയാണെന്നൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സിറ്റിസൻ്റെ ആ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു ഡെമോക്രസിയെ സ്ട്രെങ്തൻ ചെയ്യാൻ അത്യാവശ്യമാണ്. The rationality and scientific perspective of their opinion will positively influence the public opinion. This will help to evolve a civil society that is alert to the social issues. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഡെമോക്രസി നിലനിൽക്കണമെങ്കിൽ ആ ഡെമോക്രസിയിൽ ജനങ്ങൾക്ക് വിശ്വാസം വേണം. അപ്പോൾ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ മാനിക്കുന്നുണ്ട്, ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. The influence of public opinion on social life, governance, and politics is enormous. Public opinion is formed when responsible citizens bring out the problems in the society to the attention of others. It is an effective social control over the government, and it encourages debate that empowers democracy. Public opinion is considered as one of the essential criteria of democracy. അപ്പോൾ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ആ ഒരു സോഷ്യൽ ലൈഫിലും ഗവേണൻസിലും പൊളിറ്റിക്സിലും ആ ഒരു രാഷ്ട്രീയത്തിലുമൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ അവർ ആ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്ന ആ ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ, ഉത്തരവാദിത്തമുള്ള എന്താണ് പൗരന്മാരുടെ, ആ ഒരു സൊസൈറ്റിയുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഉത്തരവാദിത്തമുള്ള പൗരന്മാരുടെ ആ ഒരു ഒപ്പീനിയനിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു ഡെമോക്രസി എംപവർ ചെയ്യുകയും ആ ഒരു കൂടുതൽ നല്ല ഗവേണൻസിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഡെമോക്രസിയിലെ ഏറ്റവും വലിയ എസെൻഷ്യൽ ക്രൈറ്റീരിയയിൽ ഒന്നാണ്, ഒരു അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഏജൻസീസ് ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ എങ്ങനെയാണ്, ഏതൊക്കെ ഏജൻസീസാണ് പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. Formation of public opinion is not an automatic, highly precise, and perfectly timed process. Various sections of the society express their opinion and views whenever a common issue arises in the society. In this process, some comments are very much welcomed, and it emerges as a public opinion. Thus, public opinion is formed through formal and informal processes. നമ്മൾ നോക്കുമ്പോൾ ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ ഹൈലി പ്രിസൈസ് ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ പെർഫെക്റ്റ് ടൈമിൽ വരുന്ന ഒരു സംഭവമൊന്നുമല്ല ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരെ ബാധിക്കുന്ന ഒരു കോമൺ ഇഷ്യൂ വരുമ്പോൾ എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ
നിന്ന് അഭിപ്രായങ്ങൾ വരും, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് ഒപ്പീനിയൻസ് വരും. അപ്പോൾ ചിലതൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഒപ്പീനിയൻസ് ആയിരിക്കും, ചിലതൊക്കെ അത്ര നല്ല ഒപ്പീനിയൻസ് ആയിരിക്കത്തില്ല, അതിന് കുറച്ച് ഡിഫക്ട്സ് ഒക്കെ കാണും. അപ്പോൾ ഈ ഒരു നല്ല ഒപ്പീനിയൻസിനെയാണ്, അതായത് വെരി മച്ച് വെൽക്കംഡ് ഒപ്പീനിയൻസിനെയാണ് നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ ഫോർമൽ രീതിയിലും ഇൻഫോർമൽ രീതിയിലും ഒക്കെ രൂപീകരിക്കപ്പെട്ട് വരാറുണ്ട്. Family and educational institutions play an important role in developing public opinion, which in turn empowers democracy. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫാമിലിയും എഡ്യൂക്കേഷണൽ ഒപ്പീനിയനും ഒക്കെ ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. പിയർ ഗ്രൂപ്പ്സ്, മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻസ്, ഒപ്പീനിയൻ പോൾസ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എറ്റ്സെട്ര ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദിസ്. അപ്പോൾ അതിനെ സഹായിക്കുന്ന മറ്റ് മേഖലകളാണ് നമ്മുടെ പിയർ ഗ്രൂപ്പ്സ്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ, മീഡിയ, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓർഗനൈസേഷൻ, ആ സംഭവങ്ങൾ, ഒപ്പീനിയൻ പോളുകൾ, ആർട്ടും ലിറ്ററേച്ചറും, ആ ഒരു സാഹിത്യ കലകൾ, അതൊക്കെ നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയനെ രൂപീകരിച്ച് കൊണ്ടുവരുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഫാമിലി. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ഫാമിലി കോൺവെർസേഷൻ്റെ സംബന്ധിച്ച് തന്നിട്ടുണ്ട്. അതായത് ഇത് ആ ഒരു ചൂട് കൂടുന്നത് സമൂഹത്തിൽ, മീൻസ് അവർ നമ്മുടെ ആ ഒരു എൻവയോൺമെൻറ്റിൽ ചൂട് കൂടുന്നതും അതിൻ്റെ കാര്യം ഗ്ലോബൽ വാർമിംഗ് ആണെന്നും അത് റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഫാമിലിയിൽ ചർച്ച ചെയ്യുന്നതാണ്. നമുക്ക് നോക്കാം. Do you often participate in such discussions with parents? A child's socialization process starts from the family, and traditional beliefs and perceptions of the family influences opinion formation. The child is a participant or witness in the discussion held in the family, in which politics, beliefs, religion, literature, etc. are all topics. In this way, the family has the first place in the formation of the child's opinion on various issues. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ, ഒരു ചൈൽഡിൻ്റെ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ നിന്നാണ്, അല്ലേ? അപ്പോൾ അവരുടെ ആ ഒരു ട്രഡീഷണൽ ബിലീഫ്സും പെർസെപ്ഷൻസും അവരുടെ വ്യൂ പോയിൻറ്റ്സും ഒക്കെ ആ കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ ഫാമിലിയിൽ നടക്കുന്ന പൊളിറ്റിക്സ്, ബിലീഫ്സ്, വിശ്വാസം, അല്ലെങ്കിൽ റിലീജിയൻസ്, ലിറ്ററേച്ചർ, ഇതെല്ലാം ഫാമിലിയിൽ ടോപ്പിക്കായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ആ കുട്ടി മനസ്സിലാക്കി ആ കുട്ടി കുട്ടിക്കൊരു പബ്ലിക് ഒപ്പീനിയൻ, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ അല്ല, ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഫോം ചെയ്തു വരും. അപ്പോൾ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു കുട്ടിയുടെ പബ്ലിക് ഒപ്പീനിയനിലോ, അല്ലെങ്കിൽ ചൈൽഡിൻ്റെ പബ്ലിക് ഒപ്പീനിയനല്ല, ചൈൽഡിൻ്റെ ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുന്നതിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അടുത്ത എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇവിടെ ഒരു ടീച്ചറും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. അത് വാട്ടർ ഷോർട്ടേജുമായിട്ട് സംബന്ധിച്ചാണ്. നമുക്ക് നോക്കാം. Educational institutions play a major role in shaping and developing the child's knowledge, rights, duties, scientific thinking, critical thinking, and culture. All knowledge and skills are acquired by the child mainly through educational institutions. The process of education helps a person to form an independent and rational opinion on any subject. Educational institutions play an important role in shaping children's understanding of various subjects. Activities in schools such as school parliament, club activities, sports, and cultural activities act as a platform in developing democratic and civil sense among the students. Such activities provide enough avenues for the learners to express their opinion and that develop the skills in forming public opinion. നമ്മൾ നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് നമ്മുടെ ആ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറിവ് കിട്ടുന്നതും, അല്ലെങ്കിൽ റൈറ്റ്സും ഡ്യൂട്ടീസും സയൻറ്റിഫിക് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, കൾച്ചറും എല്ലാം എവോൾവ് ചെയ്ത് വരുന്നതിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഒപ്പീനിയൻ രൂപീകരിക്കപ്പെടുന്നതിലും ഇതുവഴി എന്തുണ്ട്, ആ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന് പങ്കുണ്ട്. നമ്മൾ സ്കൂളുകളിൽ ഒരുപാട് ആക്ടിവിറ്റീസ് പങ്കെടുക്കാറുണ്ട്. സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ് ആക്ടിവിറ്റീസ്, സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആ ഒരു ഡെമോക്രാറ്റിക് സിവിൽ സെൻസ് ഒക്കെ ഉയർത്തുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ ഒപ്പീനിയൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ വാസ് ഫാമിലി, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അടുത്ത മൂന്നാമത്തെ പെയർ ഗ്രൂപ്പ്സ് ആണ്. അതായത് നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത ഗ്രൂപ്പ്സ്. Debates and discussion among peer group members are important factors influencing public opinion formation. Peer group members share almost common characteristics in terms of personality, attitude, and behavior, which are important factors influencing public opinion formation. അപ്പോൾ നമ്മുടെ പിയർ ഗ്രൂപ്പ്സിനിടയിൽ നടക്കുന്ന ഡിബേറ്റ്സും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനിൽ ഒരു വലിയ ഫാക്ടേഴ്സാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. കാരണം നമ്മുടെ പിയർ ഗ്രൂപ്പ്സിൽ പെട്ടവർ ഏകദേശം നമ്മളെ പോലുള്ളവരായിരിക്കും, അല്ലേ? പ്രായത്തിൽ, അല്ലെങ്കിൽ മീൻസ് ബിഹേവിയറിൽ, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിൽ അവരൊക്കെ നമ്മളെ പോലെ ഉള്ളവരായിരിക്കും. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് നടക്കുന്ന ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തെടുക്കാം.
They all share some common characteristics in their personal experience and social influences. Peer group members can influence each other on the policies of the government, various social issues and political parties. അപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു പിയർ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ അവരെ ആകമാനം ബാധിക്കുന്ന ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അത് വെച്ചിട്ട് അതിൽ നടക്കുന്ന എന്താണ് ഗവൺമെൻറ് പോളിസീസ് ആയാലും ശരി, സോഷ്യൽ ഇഷ്യൂസ്, പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിച്ച് അതൊക്കെ നടത്തുന്ന ഡിബേറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ നമ്മുടെ ഒരു പബ്ലിക് ഒപ്പീനിയനെ ഫോം ചെയ്തെടുക്കാൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. Such peer group discussion are helpful in electing common opinions, correcting existing ones and arriving at correct opinions. അപ്പോൾ ഇതുവഴി എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മുടെ ഒപ്പീനിയനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കപ്പെടും, നമ്മുടെ ഒപ്പീനിയൻസ് കുറച്ചുകൂടെ കറക്റ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ വേറൊരാളുടെ ഏതെങ്കിലും ഒപ്പീനിയനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴി ഒരു കറക്റ്റ് ഒപ്പീനിയനിലേക്ക് എത്താനും അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തെടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കും. അടുത്ത മീഡിയയാണ്. Media plays an important role in shaping public opinion. News discussions and advertising programs available through traditional media, that was print, radio and television, and new media, digital and social media, have a great influence on the people. Media can bring an issue to public attention and shape public attention and shape public opinion on it. അപ്പോൾ മീഡിയ ആണ് അടുത്തത്. മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മീഡിയാസ് ആയ പ്രിൻറ്റ് മീഡിയ, ന്യൂസ് പേപ്പേഴ്സ് പോലുള്ള പ്രിൻറ്റ് മീഡിയാസ്, റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ ന്യൂ മീഡിയാസ്, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ ഒക്കെ ഇന്നത്തെ ജനങ്ങളിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നുണ്ട്. അപ്പോൾ മീഡിയയ്ക്ക് ഒരു ഇഷ്യൂവിനെ പബ്ലിക് അറ്റൻഷനിലേക്ക് കൊണ്ടുവരാനും അതുവഴി ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് ന്യൂസ് പേപ്പറാണ്. ന്യൂസ് പേപ്പർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്രിങ്ങിങ് ഔട്ട് പൊളിറ്റിക്കൽ ആൻഡ് social events before the public. Newspapers are able to strengthen the democratic process by bringing current issues to the people, and at the same time the opinion of the people to the government. Therefore, newspapers play a key role in shaping public opinion. അപ്പോൾ എന്താണ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്, ന്യൂസ് പേപ്പേഴ്സിന് ആ ഡെമോക്രാറ്റിക് പ്രോസസ്സ് കുറച്ചുകൂടി സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു കറണ്ട് ഇഷ്യൂസിനെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ ജനങ്ങളുടെ ആ ഒരു ഒപ്പീനിയൻസിനെ ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള കഴിവ് എന്തുണ്ട്, ആ ന്യൂസ് പേപ്പേഴ്സിനുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഹാത്മാഗാന്ധിയുടെ ഒരു ഓട്ടോബയോഗ്രഫി എന്നുള്ളൊരു പാർട്ട് തന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പേഴ്സിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ, have you read Gandhi's opinions about the influence of newspapers? The influence of newspapers help not only in forming public opinion but also in changing and diverting it according to certain interests. അപ്പോൾ ന്യൂസ് പേപ്പേഴ്സിന് പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാൻ മാത്രമല്ല, ആ ഒരു സർട്ടൻ ഇൻട്രസ്റ്റിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് ആ ഒരു കാര്യത്തെ ചേഞ്ച് ചെയ്യാനും ഡൈവേർട്ട് ചെയ്യാനും ഒക്കെ ആ ഒരു ന്യൂസ് പേപ്പേഴ്സിന് കഴിവുണ്ട്. സംടൈംസ് സം ന്യൂസ് ഡസ് നോട്ട് നെസസറിലി ഹാവ് ടു ബി ഫാക്ച്വൽ ആൻഡ് ഇറ്റ് ക്യാൻ മിസ്ലീഡ് ദ പബ്ലിക് ഒപ്പീനിയൻ. ചിലപ്പോൾ ഈ ചില ന്യൂസസ് ഒന്നും ഫാക്ച്വൽ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഫാക്ച്വലി കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് ജനങ്ങളെ മിസ്ലീഡ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ കറക്റ്റായിട്ട് ഫോം ചെയ്യത്തില്ല. ഡ്യൂ ടു വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, റോങ് ന്യൂസ് മൈറ്റ് റീച്ച് പീപ്പിൾ ത്രൂ ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. അപ്പോൾ അത് മാത്രമല്ല, ചില സ്ഥാപിത താല്പര്യങ്ങൾ കാരണം എന്ത് ചെയ്യും, തെറ്റായ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിച്ചേരും. There is a criticism that the impartial approach and accuracy in the news are not often from the side of the media. അപ്പോൾ എന്താണ്, ഇപ്പോൾ ഈ കറക്റ്റായിട്ട് ന്യൂസ് കൊടുക്കാത്ത, മീൻസ് ഓൺലൈൻ ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ ചില ഫാക്ച്വലി കറക്റ്റ് അല്ലാത്ത, അത്രയും അക്യുറേറ്റ് അല്ലാത്ത ന്യൂസുകളും വരുന്നത് വഴി പബ്ലിക് ഒപ്പീനിയൻ മിസ്ലീഡ് ചെയ്യപ്പെടുകയും ചിലപ്പോൾ മോശമായ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യപ്പെടുകയും ചെയ്യും. നെക്സ്റ്റ് വൺ റേഡിയോ ടെലിവിഷൻ ആണ്. റേഡിയോ ആൻഡ് ടെലിവിഷൻ ആർ സെർവിങ് ആസ് എ mirror to social life. While the print media considers only literate community, radio and television plays an important role in forming the ideas and knowledge among the illiterate community. അപ്പോൾ ഒരു സാമൂഹിക ജീവിതത്തിൻ്റെ മിററിങ് കാണാൻ പറ്റും നമുക്ക് ആ ഒരു റേഡിയോയിലും ടെലിവിഷനും. കാരണം ബിക്കോസ് എന്താണ്, റേഡിയോയും ടെലിവിഷനും ആ ഒരു ലിറ്ററേറ്റ് കമ്മ്യൂണിറ്റി മാത്രമല്ല, അല്ലെങ്കിൽ അക്ഷരാഭ്യാസം ഉള്ള കമ്മ്യൂണിറ്റി മാത്രമല്ല, അല്ലാത്തവരെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലാത്തവരിലേക്കും എത്തിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയാസാണ് റേഡിയോ ടെലിവിഷൻ എന്നൊക്കെ പറയുന്നത്. റേഡിയോ ആൻഡ് ടെലിവിഷൻ പ്ലേസ് എൻ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷെയറിംഗ് ദ ഒപ്പീനിയൻ ആൻഡ് തോട്ട്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി അബൌട്ട് വേരിയസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ ഗവൺമെൻറ്റ്സ്. അപ്പോൾ ഇതുവഴി ഗവൺമെൻറ് പല പോളിസീസിനെയും പ്രോഗ്രാംസിനെയും ഒക്കെ കുറിച്ചൊക്കെ ജനങ്ങളിലേക്ക് എത്തും. നെക്സ്റ്റ് വൺ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ആ പുതിയ അപ്പോഴപ്പോഴുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ ഒരു മെയിൻ സ്ട്രീം മീഡിയസിനേക്കാൾ സോഷ്യൽ മീഡിയയിൽ അറിയാൻ പറ്റും, നോക്കാം. പക്ഷേ അതിൽ വരുമ്പോൾ ഈ ഫേക്ക് ന്യൂസിൻ്റെ സ്പ്രെഡ് ഒരു വലിയ പ്രശ്നമാണ്. എ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ത്രൂ സോഷ്യൽ മീഡിയ ആൻഡ് ദ പ്രസ് റിലീസ് ബൈ ദ കളക്ടർ പ്രൊവൈഡിംഗ് ക്ലാരിഫിക്കേഷൻ ഈസ് ഗിവൺ അബോ വാട്ട് ദ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ദാറ്റ് വി ഷുഡ് ടേക്ക് അഗൈൻസ്റ്റ് ദ സ്പ്രെഡ് ഓഫ് സച്ച് ഫേക്ക് ന്യൂസ് ആൻഡ് മെസ്സേജസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എന്താണ്
ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തതും അതിൽ ഒരു എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ കളക്ടർ കൊടുക്കുന്നതും ആയിട്ടുള്ള ബന്ധപ്പെട്ട ഒരു സംഭവമാണ് മേലിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ്, ഫൈൻഡിങ് ദ റിയൽ സോഴ്സ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ദ വാലിഡിറ്റി ഓഫ് ദ ന്യൂസ് ആൻഡ് മെസ്സേജസ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കളക്ടർ അവധി വിട്ടെന്ന് തന്നെ ആവട്ടെ, അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ന്യൂസ് കിട്ടിയാൽ എന്ത് ചെയ്യുക, ആ ഒരു റിയൽ സോഴ്സിൽ പോയി അത് വാലിഡിറ്റി ചെക്ക് ചെയ്യുക, അതായത് അത് റിയൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇഫ് റെക്കഗ്നൈസ്ഡ് ആസ് ഫേക്ക് ന്യൂസ് ആൻഡ് മെസ്സേജ് ഡോണ്ട് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫേക്ക് ന്യൂസ് ആയിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യരുത്, വീണ്ടും അത് ഷെയർ ചെയ്ത് കൊടുക്കരുത്. ഇൻഫോം ഒഫീഷ്യൽ സിസ്റ്റം സച്ച് ആസ് സൈബർ സെൽ പോലുള്ള ഒഫീഷ്യൽ സിസ്റ്റത്തെ വിവരം അറിയിക്കുക. ഇൻ ദ മോഡേൺ ഏജ് ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി communicates through digital platforms. Everybody should recognize such traps in the digital world. We have to acquire digital and media literacy. Media literacy is the ability to assess, analyze, evaluate, and create new message and communicate the messages received through various forms of media. Content creation and the way it shapes our perception and how we critically interpret news and messages are all included in this. നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ ഏജിൽ എന്ത് ചെയ്യുക, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ഡിജിറ്റൽ മീഡിയ ലിറ്ററസിയൊക്കെ അച്ചീവ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ അക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് ആ ഒരു അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് പുതിയ കാര്യങ്ങളെയും ഒക്കെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ്. വേരിയസ് ഫോംസ് ഓഫ് മീഡിയയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. ഡിജിറ്റൽ ലിറ്ററസി ഇസ് ദ എബിലിറ്റി ടു ഫൈൻഡ് ഇൻഫർമേഷൻ ഫ്രം ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് ഇവാലുവേറ്റ് efficiently using digital equipment and technology. This includes basic computer knowledge, effective use of internet, navigation of digital platform, critical evaluation on online content, cyber awareness, etc. അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് ആ ഒരു ഡിജിറ്റൽ വേൾഡിൽ കാര്യങ്ങളെ എവാലുവേറ്റ് ചെയ്ത് എഫക്റ്റീവായിട്ട് മനസ്സിലാക്കിയെടുക്കുക, ഡിജിറ്റൽ എക്യുപ്മെൻറ്റ്സും ടെക്നോളജി ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുക. അതിൽ വരുന്നതാണ് ഈ ബേസിക് കമ്പ്യൂട്ടർ നോളജും എഫക്റ്റീവ് യൂസ് ഓഫ് ഇൻ്റർനെറ്റും ഒക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. Media literacy includes the way we shape our perceptions and critically interpret news and messages. Digital literacy is how we effectively use digital tools and technology to find out and evaluate information from digital spaces. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയ ലിറ്ററസി എന്താണ്, ന്യൂസും മെസ്സേജസും ഒക്കെ ക്രിട്ടിക്കലി ഇൻ്റർപ്രറ്റ് ചെയ്ത് നമ്മുടെ പെർസെപ്ഷൻസ് ഒക്കെ ഷേപ്പ് ചെയ്തെടുക്കുന്നതിനാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത്. മറിച്ച് ഡിജിറ്റൽ ലിറ്ററസി എന്ന് പറയുന്നത് ആ ഒരു ഡിജിറ്റൽ സ്പേസിൽ നിന്ന് ആ ഒരു ഇൻഫർമേഷനെ എവാലുവേറ്റ് ചെയ്ത് ഫൈൻഡ് ചെയ്യുന്നതാണ്. അടുത്ത ഫാക്ഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ ആക്ടിവിറ്റീസ്. Political parties and their activities are the forefront of shaping and mobilizing public opinion in the democratic system of government. Both ruling and the opposition parties play a role in shaping public opinion. The main objective of political parties is to make public think about common public issues politically. Each political party publishes journals, pamphlets, manifestos, posters, write-ups, etc. to create public opinion in their favor. Along with that, conferences, demonstrations, rallies and seminars are all organized for the formation of public opinion. നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ആ റൂളിംഗ് പാർട്ടി ആയാലും ശരി, ഓപ്പോസിറ്റ് പാർട്ടി ആയാലും ശരി, ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഷേപ്പ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ ഇഷ്യൂവിനെയും കോമൺ പബ്ലിക് ഇഷ്യൂസിനെ പൊളിറ്റിക്കലി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ജേർണൽസും പാംഫ്ലെറ്റ്സും മാനിഫെസ്റ്റോസും പോസ്റ്റേഴ്സും റൈറ്റ്സപ്പും ഒക്കെ എഴുതും. പിന്നെ അതിന് വേണ്ടിയിട്ട് സെമിനാർസ്, ഡെമോൺസ്ട്രേഷൻസ്, റാലീസ് അതൊക്കെ കണ്ടക്ട് ചെയ്യും ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ്റെ ഫോർമേഷന് വേണ്ടിയിട്ട്. Ruling parties try to propagate government policies in their favor. They also devise appropriate campaign strategies. On the other hand, the opposition parties bring the shortcomings and failures of the administration to the attention of the people, and they undertake campaigns and struggles that help in the formation of public opinion against the government. അപ്പോൾ ഗവൺമെൻറ് അതല്ല റൂളിംഗ് പാർട്ടീസ് എന്താണ് ചെയ്യുക, ആ ഒരു ഗവൺമെൻറ് പോളിസീസിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ക്യാമ്പയിൻ സ്ട്രാറ്റജീസ് ഒക്കെ എടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോഴത്തെ ഓപ്പോസിഷൻ പാർട്ടീസ് എന്ത് ചെയ്യും, ഫെയിലുവേഴ്സ്, ആ ഒരു ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുന്ന ഫെയിലുവേഴ്സൊക്കെ അതിലേക്കൊക്കെ ജനങ്ങളുടെ അറ്റൻഷൻ കൊണ്ടുവരാനായിട്ട് ക്യാമ്പയിൻസും സ്ട്രഗിൾസും ഒക്കെ നടത്തും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. All political parties have an interest in promoting their own ideas during elections stages. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും അവരുടെ ഐഡിയാസ് ആ ഒരു പ്രത്യേകിച്ച് ഇലക്ഷൻ സ്റ്റേജസിൽ അവരുടെ ഐഡിയാസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വലിയ ഇൻട്രസ്റ്റ് ഉണ്ട്. Every party and front tries to gather the maximum support of the people presented through the manifesto. The political parties try to intervene and
political opinions on all the important issues facing the societies and state through the election manifestos. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഫ്രണ്ടും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ മാനിഫെസ്റ്റോയിൽ ആ ഒരു ജനങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഗ്യാദർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ ആ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇഷ്യൂസിലൊക്കെ ഇൻ്റർവ്യൂൻ ചെയ്ത് ആ ഒരു അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൊക്കെ ഉൾപ്പെടുത്തി ആ ഒരു ഇഷ്യൂസിനെ അനലൈസ് ചെയ്ത് ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരു പാർട്ടി ട്രൈസ് ടു മൊബിലൈസ് ദ പീപ്പിൾ ഇൻ ഇറ്റ്സ് ഫേവർ by presenting their views and ideas and makes them involved in public affairs and ensure participation in the electoral process. During the election campaign, parties try to sway public opinion in their favor. ഇപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്യും, ജനങ്ങളെ അവരുടെ വ്യൂസും ഐഡിയാസും ഒക്കെ ആയിട്ട് അടുപ്പിക്കാനായിട്ടുള്ള ശ്രമം, മീൻസ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം, അവരെ അതിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. അതുപോലെ തന്നെ ഇലക്ഷൻ പാർട്ടിസിപ്പേഷൻ ഇലക്ഷൻ പ്രോസസ്സിലൊക്കെ ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടത്തി അവരുടെ ഫേവറിൽ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കും. Even after the completion of election process, the political parties keep on campaigning on public issues. When political parties go overboard and engage in personal attack and negative propaganda, the election commission intervenes and controls them. ഒരു പക്ഷേ അവർ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് ആ ഒരു പേഴ്സണൽ അറ്റാക്സിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവ് പ്രോപ്പഗണ്ടയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇൻ്റർവ്യൂൻ ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യും. ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ. Various social institutions and organizations working in society play a crucial role in shaping public opinion. Religious institutions, caste religious organizations, student movements, youth movements, women equality movements, trade unions, human rights movements, merchant association, environmental organizations, etc. play their own role in shaping public opinion. നമ്മൾ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷനും ഈ പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യുന്നതിൽ ക്രൂഷ്യൽ റോൾ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും, കാസ്റ്റ് റിലീജിയസ് ഓർഗനൈസേഷൻ ആയാലും, സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്, യൂത്ത് മൂവ്മെൻറ്റ്, വിമൻ ഇക്വാലിറ്റി മൂവ്മെൻറ്റ്, ട്രേഡ് യൂണിയൻസ്, അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ്, മെർച്ചൻ്റ് അസോസിയേഷൻ, എൻവയോൺമെൻറ്റൽ ഓർഗനൈസേഷൻ, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ഒപ്പീനിയൻ പോളാണ്. ഇപ്പോൾ ഇവിടെ ഒരു ഒപ്പീനിയൻ പോളിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കാം. Opinion polls are very effective way to gather information about public attitudes and opinions on various social, cultural, political and economic issues. A sample of population is approached for their views regarding specific issues. By using the information, public opinion can be formed. There are various professional agencies working to conduct opinion polls. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒപ്പീനിയൻ പോൾസ് ജനങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ഒരു വലിയ ഒരു വേ ഓഫ്, ഭയങ്കര എഫക്റ്റീവായ ഒരു വേ ആണ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഒരു വളരെ എഫക്റ്റീവായൊരു വേ ആണ്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോപ്പുലേഷൻ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ വ്യൂസ് എന്തൊക്കെയാണ്, അവരുടെ ആ ഒരു സ്പെസിഫിക് ഇഷ്യൂവിൽ അവരുടെ ഒപ്പീനിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അടുത്ത ആർട്ട് ആൻഡ് ലിറ്ററേച്ചറാണ്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ ഒരു കവിത തന്നിട്ടുണ്ട്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിഷുകിയിലെ വരികളാണ്. ചണ്ടാല ഭിഷുകി ഈസ് a work which had a strong influence on framing public opinion against social evils based on caste system and such as untouchability. ഇപ്പോൾ ഈ വർക്കിൽ ഈ ഒരു പോയത്തിൽ അല്ലെങ്കിൽ ഒരു കവിതയിൽ നമുക്ക് എന്താണ് ആ ഒരു സോഷ്യൽ ഇവിളായ അൺടച്ചബിലിറ്റിക്കെതിരെയാണ് പറയുന്നത്. അപ്പോൾ ഇത് വായിക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവും, ആ ഒരു കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ നമുക്കൊരു മനസ്സിലൊരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ആർട്ടിനും ലിറ്ററേച്ചറിനും ഒക്കെ അങ്ങനെ ഒരു പങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആർട്ട്, ലിറ്ററേച്ചർ, സിനിമ ഓഫ് ഈച്ച് era influenced the formation of the public opinion of the times. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആൻഡ് സോ ഓൺ വേർ സം ഓഫ് ദ പ്ലേസ് വിച്ച് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ചേഞ്ചിങ് ദ സോഷ്യൽ ലൈഫ് ഓഫ് കേരള. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പാട്ടബാക്കിയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കും എന്നൊക്കെ പറയുന്ന നാടകങ്ങളൊക്കെ കേരളത്തിലെ സോഷ്യൽ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് വളരെ വലിയ പങ്ക് വഹിച്ചതാണ്. ലിറ്റററി വർക്ക്സ് ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ, സുബ്രഹ്മണ്യ ഭാരതി ആൻഡ് വള്ളത്തോൾ നാരായണ മേനോൻ ഇൻസ്പയർഡ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ്. ദ ആർട്ട് ഫോംസ് സച്ച് ആസ് ഓട്ടംതുള്ളൽ, ചാക്യാർ കൂത്ത് എറ്റ്സെട്ര കുഡ് ഫോം സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ അഗൈൻസ്റ്റ് ദെൻ എക്സിസ്റ്റിംഗ് സോഷ്യൽ ഇവൽസ്. അപ്പോൾ അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയൊക്കെ കവിത ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിനെ ഇൻസ്പയർ ചെയ്ത, അല്ലെങ്കിൽ അവരുടെ വർക്ക്സ് ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നോക്കുകയാണെങ്കിൽ എന്താണ് ഓട്ടംതുള്ളൽ, ചാക്യാർ കൂത്ത് അതുപോലുള്ള കാര്യങ്ങൾ അതൊക്കെ ആ ഒരു പബ്ലിക് ഇവലിനെതിരെ, സോഷ്യൽ ഇവലിനെയൊക്കെ എതിരെ പറയുന്നതാണ്. അപ്പോൾ ഈ ആർട്ടും ലിറ്ററേച്ചറും ഒക്കെ ആ ഒരു സോഷ്യൽ ഇവൽസിനെതിരെ പെർഫോമൻസ് പറഞ്ഞ്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ ഒരു മാറ്ററിനെ പറ്റി പറഞ്ഞ് ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഹെൽപ്ഫുള്ളായ ഒരു സംഭവമാണ്. നെക്സ്റ്റ്, ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഡെമോക്രസി വിൽ ബി സ്ട്രോങ് where public opinion is strong. The limitation of democracy can be corrected and guided in the right direction with strong public opinion. അപ്പോൾ
എവിടെയൊക്കെ സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടോ അവിടെയൊക്കെ ഡെമോക്രസി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഡെമോക്രസിയുടെ ലിമിറ്റേഷൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്ത് ഡയറക്ഷനിൽ പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ ഹിൻഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ആദ്യത്തത് ലിറ്ററസിയാണ്. ഇലിറ്ററേറ്റ് പീപ്പിൾ ഹാവ് ഓൺലി ലിമിറ്റഡ് നോളജ് അബൌട്ട് ദ പബ്ലിക് ഇഷ്യൂസ്. ദേ മേ നോട്ട് ഹാവ് ദ കപ്പാസിറ്റി ടു ഫോം റാഷണൽ ഒപ്പീനിയൻസ്. അപ്പോൾ അത് ലിറ്ററസിയാണ്. കാരണം ഇലിറ്ററേറ്റ് പീപ്പിളിന് അത്രയും ചിലപ്പോൾ ചില കേസുകളിൽ ചിലപ്പോൾ ലിമിറ്റഡ് നോളജ് ആയിരിക്കും. അപ്പോൾ ആ ഒരു പബ്ലിക് ഇഷ്യൂസ് ഫോം ചെയ്തെടുക്കാനുള്ള റാഷണൽ ഒപ്പീനിയൻസിനുള്ള ചിലപ്പോൾ ആ ഒരു കപ്പാസിറ്റി കുറവായിട്ട് വരാം. അടുത്ത ഡിജിറ്റൽ ഡിവൈഡ് ആണ്. ദ ഡിജിറ്റൽ ഡിവൈഡ് ഈസ് ദ ഗ്യാപ്പ് ഇൻ അസസിങ് മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി സച്ച് ആസ് ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ ആൻഡ് സ്മാർട്ട് ഫോൺ. ദിസ് ഹിൻഡേഴ്സ് എ പ്രൊമോഷൻ ഓഫ് എഫക്റ്റീവ് പബ്ലിക് ഒപ്പീനിയൻ. അടുത്ത ഡിജിറ്റൽ ഡിവൈഡ് വരുമ്പോൾ ഡിജിറ്റൽ ഗ്യാപ്പ്, അതായത് മോഡേൺ ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാൻ ഉള്ള ഒരു ചില ബുദ്ധിമുട്ടുകൾ. അടുത്ത പോവേർട്ടിയാണ്. ഗ്രൂപ്പ്സ് എക്സ്പീരിയൻസിങ് പോവേർട്ടി are often isolated from public affairs, hence they are not able to participate in the formation of public opinion appropriately. അപ്പോൾ പോവർട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് പബ്ലിക് അഫയേഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം അവർക്ക് പബ്ലിക് അഫയേഴ്സിനേക്കാളും അവരുടെ ആ ഒരു പ്രശ്നമാണല്ലോ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നത്. പോവർട്ടി എഫക്റ്റ് ചെയ്ത പീപ്പിളിന് അപ്പോൾ ആ ഒരു പബ്ലിക് ഒപ്പീനിയനിൽ അപ്രോപ്രിയേറ്റായിട്ട് പബ്ലിക് ഫോർമേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ലാക്ക് ഓഫ് ഡെമോക്രസി ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ ആ ഒരു അൺഹെൽത്തി ആയ പ്രാക്ടീസസും അതുപോലെ തന്നെ ആ ഒരു ഡെമോക്രസി, ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ളിൽ തന്നെ ഡെമോക്രസിയുടെ ലാക്കിങ്ങും ഒക്കെ ആ ഒരു ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അടുത്ത അൺഹെൽത്തി പ്രാക്ടീസസ് ഡ്യൂറിങ് ഇലക്ഷൻ ക്യാമ്പയിനിൽ കൊണ്ടുവരുന്ന ഈ ഒരു കറക്റ്റ് അല്ലാത്ത അൺഹെൽത്തി ആയ പ്രാക്ടീസസിനെ പബ്ലിക് ഒപ്പീനിയനെ ഹിൻഡർ ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. Democracy is a political system that ensures equal participation of all people of the country. As a system that ensures public participation, democratic governments formulate their policies and programs by considering the opinion and interest of the people. In addition, the elections conducted within a democratic system are also chiefly influenced by the opinions of the people. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുന്ന ഒരു സിസ്റ്റമാണ്, പൊളിറ്റിക്കൽ സിസ്റ്റമാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോക്രസിയിൽ എന്താണ് എല്ലാവരുടെയും മീൻസ് ആ പീപ്പിളിൻ്റെ ഒപ്പീനിയൻസും കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ അത് വെച്ചാണ് പോളിസീസും ഗവൺമെൻറ് പ്രോഗ്രാംസൊക്കെ ഫോമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു ഇലക്ഷൻസിൽ ആ ഒരു ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് തന്നെ ആ ഒരു ജനങ്ങളുടെ പബ്ലിക് ഒപ്പീനിയൻ ആണല്ലേ. ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും ഒബ്വിയസ്ലി ഭരിക്കുക. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ വഴിയാണ് സംഭവിക്കുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റം സിവിൽ സൊസൈറ്റി മേക്സ് എ റൂളേഴ്സ് റെസ്പോൺസിബിൾ ത്രൂ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഭരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു സിവിൽ സൊസൈറ്റി മേക്സ് സിവിൽ റൂളേഴ്സ് റെസ്പോൺസിബിൾ ത്രൂ കോൺസ്റ്റൻറ്റ് ക്രിറ്റിസിസം. അവരെ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രിറ്റിസിസം വഴി അവരെ റെസ്പോൺസിബിൾ ആക്കാൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന് കഴിയുന്നുണ്ട്. Public opinion can question the exercise power and regulate the rule of law. In such society, the people are fully aware of the rights and duties of the citizens. Arbitrary and dictatorial tendencies are prevented in a society with strong public opinion, and the rights of freedom and citizens are protected. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഒപ്പീനിയൻ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ മീൻസ് ഒരു സൊസൈറ്റിയിൽ എന്ത് സംഭവിക്കില്ല, ഒരിക്കലും ആർബിട്രറിയോ അല്ലെങ്കിൽ ഡിക്റ്റേറ്ററിയൽ ആയിട്ടുള്ള സംഭവങ്ങളോ സംഭവിക്കില്ല. കാരണം എന്താണ്, അവിടെ ഒരു സ്ട്രോങ് ആയിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഉള്ളതുകൊണ്ട് റൂളേഴ്സിന് അങ്ങനെ ഒന്നും പോകാൻ പറ്റില്ല. ആ ഒരു എക്സസീവ് യൂസ് ഓഫ് പവേഴ്സൊന്നും സാധ്യമല്ല. In a society with strong public opinion, every issue is critically evaluated and it makes political parties responsible. അപ്പോൾ ഒരു സ്ട്രോങ് പബ്ലിക് ഒപ്പീനിയൻ ഉള്ള ഒരു സൊസൈറ്റിയിൽ എല്ലാ വിഷയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ ആസ് ദ കൺസോളിഡേറ്റഡ് ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ പ്ലേസ് എ കീ റോൾ ഇൻ ദ ഡെമോക്രാറ്റിക് സിസ്റ്റം. അപ്പോൾ ഈ പബ്ലിക് ഒപ്പീനിയൻ എന്താണ് ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.